ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നന്ദ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് സത്യം കണ്ടുപിടിക്കാനായിട്ട് അമ്പലത്തിൽ പോകാതെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് വീട്ടിലിരുന്നു. പക്ഷേ അത് നന്ദയുടെ ഒരു എന്താ പറയുന്നത് വിനാശത്തിനാണെന്ന് തന്നെ പറയാമായിരുന്നു. നന്ദ പോകാത്തതും അതുപോലെ ആ ഒരു സിറ്റുവേഷനൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തതും കൃത്യമായി തന്നെ എല്ലാവരുടെയും കണ്ണുകളിലും ചെവികളിലും ഒക്കെ പിങ്കി എത്തിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ നന്ദ വീട്ടിലുണ്ടോ എന്നറിയാൻ പിങ്കി വാവച്ചൻ ചേട്ടനെ വിളിച്ചു. വാവച്ചൻ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദമോൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദ അവിടെ ഇല്ല എന്ന് അറിഞ്ഞതോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്നുള്ള കാര്യം മനസ്സിലായി. ഇവൾ എന്തോ കള്ളത്തരം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോയ പോക്കാണെന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി. അപ്പം എന്ത് കള്ളത്തരം ഒപ്പിക്കാനാണ് ഇവള് പോയത് എന്ന് അറിയണമല്ലോ. അതറിയാതെ ഒരു സമാധാനവും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ പിങ്കി കടന്നു പോവുക. ഈ സമയം അവിടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് അവരെല്ലാവരും അവിടെയൊക്കെ കാണാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഈ പിങ്കി ആണെങ്കിൽ പോകാനായിട്ട് ധൃതി കൂട്ടുവാണ്. ഒരിടത്തും എത്തിപ്പെടാതെ ആരുടെയും കണ്ണിൽ പെടാതെ അങ്ങനെ ആരോടും വലിയ താല്പര്യമൊന്നും കാണിക്കാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി എല്ലാത്തിനോടും എല്ലാവരെയും പേടിപ്പിച്ചും അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചും ഈ മഹേശ്വരൻ ഇങ്ങനെ മാറി മാറി നിൽക്കും. അപ്പം മഹേശ്വരനോട് ലക്ഷ്മി പറയുന്നത് ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി പേടിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടാൽ എന്തൊക്കെയോ ക്രമക്കേടുകൾ നടത്തിയിട്ട് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി നിൽക്കുന്നതാണെന്നാണ് എല്ലാവരും വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ ഭാര്യ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നു. നീ എന്നെ ഉപദേശിക്കാൻ വരണമെന്ന് പറഞ്ഞ ഈ മഹേശ്വരൻ. ഇതെല്ലാം കഴിഞ്ഞ് അപ്പം നന്ദ എവിടെ പോയതാണെങ്കിലും നന്ദ എത്തുന്നതിന് മുൻപ് ഇവർ വീട്ടിലെത്തണമെന്നുള്ളത് പിങ്കിയുടെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പിങ്കി നിർബന്ധിച്ച് ഇവരെ എല്ലാവരെയും കൂടി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോകാം എന്നും പറഞ്ഞ് പവിത്രയൊക്കെ പറഞ്ഞെങ്കിലും തനിക്കെന്തോ വലിയ ആവശ്യമുണ്ട് എന്നുള്ള ഇതിൽ സംസാരിച്ചിട്ടാണ് ഇവരെയും കൂട്ടിക്കൊണ്ട് പിങ്കി വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ഇവർ വീട്ടിലോട്ട് ചെന്ന സമയത്ത് ചെന്നിറങ്ങിയതും വാവച്ചൻ ചേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ നന്ദയാണെങ്കിൽ എത്തിയിട്ടുമില്ല. രഹസ്യങ്ങളുടെ ചുരുളഴിച്ചും രഹസ്യങ്ങൾ കണ്ടുപിടിച്ചും അതുപോലെ മഹേശ്വരൻ്റെ അവിഹിതം കണ്ടുപിടിച്ചും പിന്നെ ഗാഥയെന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചും കുടുംബത്തിനെക്കുറിച്ചും അന്വേഷിച്ചു. നമ്മുടെ നന്ദ അങ്ങനെ വരാനായിട്ട് കുറച്ച് വൈകി. അങ്ങനെ നന്ദ ആകെ ഇങ്ങനെ ടെൻഷനായിട്ടിങ്ങനെ നിൽക്കുവാണ് അവിടെ. കാരണം വീട്ടിലെത്താനുള്ള ഒരു സാഹചര്യം പിന്നെ ആ ഒരു സമയം ഇതൊക്കെയുണ്ട്. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അറിയണം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നന്ദയുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിന് നമ്മുടെ മിഥുനും ഉണ്ട്. ഈ സമയം പിങ്കി ഇവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വന്നപ്പോൾ വാവച്ചൻ ചേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവരെ കണ്ടതും നന്ദമോള് നിങ്ങളുടെ കൂടെ വന്നില്ലേ എന്ന് വാവച്ചൻ ചേട്ടൻ്റെ വകയൊരു ചോദ്യം കൂടി. അപ്പം ലക്ഷ്മി ചോദിച്ചു, എങ്ങനെയുണ്ട് നന്ദമോൾക്ക് സുഖമായോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യം പറയണത്. അപ്പം നന്ദമോള് നിങ്ങൾ പോയ പുറകെ അങ്ങ് വന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരിങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പെട്ടെന്ന് ഈ മഹേശ്വരൻ്റെ ഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ, എന്തൊക്കെയോ ടെൻഷൻ ഉള്ളതുപോലെ. അപ്പം മോൾ അങ്ങോട്ട് വന്നായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോള് വന്നെന്നോ? അപ്പം മോൾക്ക് പനിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു ലക്ഷ്മി. ഇവിടെ നിന്ന് പോന്നപ്പോൾ മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പനിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോള് നിങ്ങൾക്കരികിലേക്ക് വന്നെന്നോ ഞാൻ വിചാരിച്ചത്, പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് അല്ലല്ലേ വന്നത് എന്നും അങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയുടെ മുഖം അങ്ങ് മാറി. അല്ലെങ്കിലും നന്ദയ്ക്ക് അന്നേരം പനിയില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായായിരുന്നു. നന്ദ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായായിരുന്നു. നന്ദയുടെ ഭാവമൊക്കെ കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നിയതെന്ന് പിങ്കി കിട്ടിയ അവസരത്തിൽ പറയാം. അല്ലെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കള്ളം പറയാനും ഏതറ്റം വരെ പോകാനും നന്ദയ്ക്ക് ഒരു പേടിയില്ല. നന്ദ അത് ചെയ്യുകയും ചെയ്യും. അപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ നന്ദ നല്ലവളായി തന്നെ നിൽക്കും. അതാണ് നന്ദയുടെ മിടുക്ക് എന്നും പറഞ്ഞ് ഈ പിങ്കി ഇങ്ങനെ നന്ദയെ ഒരുമാതിരി ആക്കി സംസാരിക്കാം. അപ്പം ലക്ഷ്മിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ലക്ഷ്മിയുടെ മരുമകൾ ചെയ്തത് തെറ്റാണ്. നുണ പറഞ്ഞ് വീട്ടിലിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നപ്പം വേറെ എവിടെയോ പോയിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരിത്. അങ്ങനെ ഇവരെല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിഥുൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്ന് നന്ദ വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കുന്നു. കാരണം മിഥുൻ്റെ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ബൈക്കിൻ്റെ പിറകിലിരുന്നാണ് നന്ദ വരുന്നത്. ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിക്ക് ആകെ ദേഷ്യം വന്നു. ലക്ഷ്മി ഇങ്ങനെ നന്ദയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുക. അപ്പോൾ ഇവരെ എല്ലാവരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്കും വല്ലാതായിപ്പോയി. ഇവരെല്ലാവരും വരുന്നതിന് മുമ്പ് തിരിച്ചെത്തണമെന്നുള്ള ആഗ്രഹമായിരുന്നല്ലോ, പക്ഷെ അത് നടന്നില്ലല്ലോ. അങ്ങനെ നന്ദ ഇങ്ങനെ ആകെ ചമ്മി വിളറി വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുമ്പം എവിടെ പോയതായിരുന്നു എന്ന് ലക്ഷ്മി നന്ദയോട് ചോദിച്ചു. അപ്പോൾ ഇതായിരുന്നു നിൻ്റെ പനി എന്നും ചോദിച്ചു. എന്നിട്ട് ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല. ലക്ഷ്മി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നന്ദയ്ക്ക് പറയാൻ മറുപടിയില്ല. നന്ദയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മിഥുൻ അങ്ങ് പോവുകയും ചെയ്തു. ഈ മിഥുനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ
മഹേശ്വരൻ ആകെ ടെൻഷനായി. ദൈവമേ, ഇനി ഇവള് സത്യങ്ങളെങ്ങാനും അറിഞ്ഞു കാണുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനായി ഈ പുള്ളിക്കാരന്. അങ്ങനെ മിഥുൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദ ലക്ഷ്മിയുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് വലിയ മറുപടിയൊന്നും കൊടുക്കാതെ അകത്തേക്ക് കയറി പതുക്കെ അങ്ങ് നൈസായിട്ട് സ്കൂട്ടായി. പിന്നെ പിങ്കിയുടെ ഊഴമാണല്ലോ. പിങ്കിക്കും മനസ്സിലായി ഈ നന്ദ എന്തോ കണ്ടുപിടിക്കാൻ നടക്കുന്നതാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ പിങ്കി എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനനുസരിച്ച് ലക്ഷ്മിക്ക് ഇങ്ങനെ എരിവ് കയറ്റി പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുവാണ്. എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും അവൾക്ക് ആ ഒരു സ്നേഹം തിരിച്ചു തരാനൊന്നും കഴിയില്ല, അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പം ഇതൊക്കെ കേട്ട് ലക്ഷ്മി ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക, തകർന്ന് നിൽക്കുക. കാരണം നന്ദമോള് തന്നോട് കള്ളത്തരം ചെയ്തു എന്നുള്ളൊരിതിൽ. അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ഇവരെല്ലാവരും അകത്ത് കയറിപ്പോയി. ലക്ഷ്മി ആണെങ്കിലും അകത്ത് കയറിപ്പോയി വിഷമിച്ചിരിക്കുന്നു. നന്ദയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി, ഇനി അമ്മയോട് എന്തു പറയും എന്നോർത്തിട്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്ന സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കി അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക. ഭയങ്കര ആലോചന എന്ന് പറഞ്ഞാൽ ഭയങ്കര ആലോചിച്ചിരിക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ മോഹിനി അങ്ങ് ചെന്നപ്പോൾ എന്താ മോൾ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഈ ഇന്ത്യപരം എസ്റ്റേറ്റിനെ പറ്റിയൊക്കെ ആലോചിക്കായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അതെ, അത് ശരിയാണ്, നമ്മളും ആലോചിക്കണം എന്ന് പറഞ്ഞു. അല്ല, ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് യാതൊരു വരുമാനവും നമ്മുടെ കുടുംബത്തിലേക്ക് കിട്ടാതിരുന്നത്? ഇത്രയും വലിയ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ നിന്നും 1 രൂപ പോലും ലാഭമോ അല്ലെങ്കിൽ ഒരു തുക പോലും കുടുംബത്തിലേക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ, ശരിയാണ് മോളെ, നീ പറഞ്ഞത് ശരിയാണ്. ഇത്രയും കാലമായിട്ടും ഈ എസ്റ്റേറ്റിൽ നിന്നും 1 രൂപ പോലും ഇന്ദീവരം തറവാട്ടിലേക്ക് എത്തിയിട്ടില്ല, ലാഭമായിട്ടോ ഒന്നും എത്തിയിട്ടില്ല. അതിനെപ്പറ്റിയൊന്നും ആരും ഇന്നേ വരെ ആലോചിച്ചിട്ടുമില്ല. പക്ഷേ ക്രമക്കേട് നടന്നിട്ടുണ്ട് മോളെ, കോടികളുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. എല്ലാം പിടിക്കണം, എല്ലാം കണ്ടുപിടിക്കണം. ഇനി ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ലെന്നും ഈ ഇന്ദീവരം തറവാട്ടിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മോഹിനി പിങ്കിയായിട്ടിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ പിങ്കിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. പിങ്കിക്കും കൂടി ഒരു ചാൻസ് ആണല്ലോ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും വലിയ എസ്റ്റേറ്റിൽ നിന്നും 1 രൂപ പോലും ലാഭം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ഭൂലോക നുണയാണെന്നുള്ള കാര്യം പിങ്കിക്കും അറിയാം. അത് വന്ന വഴിയും അല്ലെങ്കിൽ ആ വന്ന കാശുകൾ പോയ വഴിയും എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിനകത്തെ ആ ഒരു സ്വാഭാവികത അല്ലെങ്കിൽ ഈ ഒരു കള്ളത്തരം മനസ്സിലാവുകയുള്ളൂ എന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലായി. അപ്പോൾ മറ്റൊരു രീതിയിൽ നന്ദ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നടക്കുമ്പോൾ ഇവിടെ പിങ്കി രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ നടക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരൊറ്റ കാര്യത്തിൽ പിങ്കിയും നന്ദയും ഒറ്റക്കെട്ടാകുന്ന രീതിയിൽ സ്നേഹിച്ചുകൊണ്ടല്ലെങ്കിലും 2 ധ്രുവത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനായിട്ട് ഇവരിങ്ങനെ ഒറ്റക്കെട്ടായി എന്ന് തന്നെ പറയാം അതിന്. അങ്ങനെ ആ ഒരു ഇതിൽ മുന്നോട്ട് പോകണം. അപ്പോൾ എന്തായാലും പിങ്കി കണ്ടുപിടിച്ചാലും നന്ദ കണ്ടുപിടിച്ചാലും ഇതെല്ലാം കൂടെ വന്ന് വീഴാൻ പോകുന്നത് മഹേശ്വരൻ്റെ തലയിലാണ്. മഹേശ്വരനാണ് പിടി വീഴാൻ പോകുന്നത്. അതിൻ്റേതായ ഒരു ടെൻഷനാണ് മഹേശ്വരന്. ഇവരെല്ലാവരും കൂടി ഇവിടെ നിന്നൊന്ന് പോയാൽ മാത്രമേ മഹേശ്വരന് അതിൻ്റേതായ ഒരു സമാധാനം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ മഹേശ്വരനും വാവച്ചനും തമ്മിൽ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. മഹേശ്വരനാണെങ്കിൽ ഒന്നിനും ആർക്കും പിടിയും കൊടുക്കുന്നില്ല. ഈ സമയത്ത് നമ്മുടെ നന്ദ നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മിക്കരികിലേക്ക് ചെന്നിട്ട് അമ്മയോട് ക്ഷമ ചോദിക്കാനും അമ്മയോട് കാര്യം പറയാനുമായിട്ട്. പക്ഷേ നന്ദയെ മൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നന്ദ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുകയോ ഇതൊന്നും ലക്ഷ്മി ചെയ്തിട്ടില്ല. ലക്ഷ്മിക്ക് അത്രത്തോളം വിഷമമായി പോയി നന്ദ കാണിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് നന്ദ ചെന്നിട്ട് അമ്മ എന്നോട് ദേഷ്യം കാണിക്കരുത്, എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ മോൾ അമ്മയോട് പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. ഇനിയും അടുത്ത കള്ളത്തരം എല്ലാം പറയാനാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക, എനിക്ക് അമ്മയോട് പറയണം, ഞാൻ എന്തുകൊണ്ടാണ് അമ്പലത്തിൽ വരാതിരുന്നതെന്നും സുഖമില്ലെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് അമ്മയോട് പറയണമെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ കുറേയൊക്കെ കാര്യങ്ങൾ, അതായത് ഗാഥയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ കുറേയൊക്കെ ലക്ഷ്മിയോട് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയോട് കുറേയൊക്കെ പറഞ്ഞ് ലക്ഷ്മി കുറച്ചൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിയുടെ ആ മനസ്സിന് കുറച്ചൊന്ന് ആശ്വാസമായി. കാരണം തൻ്റെ മോള് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരിതിൽ. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ വന്ന നന്ദ കുറ്റവാളി തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസ് എത്തുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് നിർത്തുന്നു. താങ്ക് യു. സി അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.